മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരളം പ്രസന്റഡ് ബൈ പാനസോണിക് ലിവിംഗ് കിച്ചണിലെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേച്ചി, ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചേച്ചി ഒരു അമ്മയെന്നുള്ളൊരു നിലയ്ക്ക് ചേച്ചിക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? അത് 100% സത്യമാണ് മേഘ. കാരണം എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ വേണം, അല്ലെങ്കിൽ നല്ല സ്കൂളിലേക്ക് വിട്ട് പഠിപ്പിക്കണം എന്നാണ് എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ കേരളത്തിലായാലും ഒരുപാട് സ്കൂൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ മിക്ക പേരൻസും ബെസ്റ്റ് സ്കൂൾ നോക്കും, അവിടേക്ക് നമ്മൾ മക്കളെ വിടും. പിന്നെ എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികൾക്കും വേണ്ടതാണ്. അപ്പോൾ പിന്നെ പുസ്തകങ്ങൾ മാത്രമല്ല അവർക്ക് കിട്ടുന്നത്, ഫെസിലിറ്റീസ് സ്കൂളിലെ ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മിക്ക സ്കൂൾസിലും സ്മാർട്ട് ക്ലാസ്സസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ കുട്ടികൾക്ക് ഒരു ഇത് കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. അത് നമ്മൾ വി ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ് ആസ് എ പാരൻറ്റ്. നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. പിന്നെ കുട്ടികൾക്ക് അത് കൊടുത്താലേ അവർക്ക് ലഭിക്കുകയുള്ളൂ. ആ ഒരു വിദ്യ അഭ്യസിക്കണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് കിട്ടും. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയും. കുട്ടികളുടെ ഭാവി ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നും പറയും. ഇപ്പോൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ തന്നെ ഇത്രയും എക്സ്പെൻസ് ആവുക. അപ്പോൾ ഒരു 4000 കുട്ടികളെ ഒരുമിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നല്ല ചിലവായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നടൻ സൂര്യ സാറ് ഇപ്പോൾ ഒരു അഗ്രം ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ച് അവരൊരു നല്ല നിലയിലാക്കി കൊണ്ടുവരുന്നൊരു ഒരു ഫൗണ്ടേഷൻ ഗ്രൂപ്പാണ് ഇവർ. അഗ്രം ഫൗണ്ടേഷൻ, സൂര്യയും സൂര്യയുടെ വൈഫും അല്ലേ. ഈ ഫൗണ്ടേഷൻ ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ 15 വർഷമാണ് ഇപ്പൊ ആയേക്കണത്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു 51 ഒരു നമ്മുടെ വരുന്ന ഡോക്ടേഴ്സിനെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നടന്നത്. ഡോക്ടേഴ്സും മാത്രമേ ലോയേഴ്സും എഞ്ചിനീയേഴ്സും അങ്ങനെ ഒരുപാട് പേര് ഉണ്ടായിരുന്നു. ആ ഒരു ബിഗിനിങ് തൊട്ട് 2006 തൊട്ട് ഒരു ഫൗണ്ടേഷൻ്റെ കീഴിൽ പഠിച്ച കുട്ടികൾ അവരെയൊക്കെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി അല്ലേ. അവരൊക്കെ പഠിച്ച ഡോക്ടേഴ്സും നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നു. അവർ സൂര്യനെയൊക്കെ കാണാൻ വരുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ബ്ലെസ്ഡ് മൊമെൻ്റ് ആയിരിക്കും അല്ലേ, ആ ഒരു ആക്ടറിനും ആ ഒരു ഫാമിലിക്കും. അപ്പോൾ നമുക്ക് ഈ അഗ്രം ഫൗണ്ടേഷനെ കുറിച്ചും എത്ര കുട്ടികളാണ് ഇതിൽ നിന്നും പഠിച്ചു പോയതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന തമിഴ് നടന്മാരിൽ ഒരാളായി സൂര്യ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. കാക്ക കാക്ക, ആയുധമെഴുത്ത്, മായാവി, ഗജനി, വാരണമായിരം, സിംഗം, ഏഴാം അറിവ്, മാട്രാൻ, റെട്രോ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ. 2 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, 6 ഫിലിംഫെയർ അവാർഡുകൾ സൗത്ത്, 5 തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ എന്നിവയുൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ സൂര്യയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അഗ്രം ഫൗണ്ടേഷൻ. 2006 സെപ്റ്റംബർ 25 തമിഴ് ചലച്ചിത്ര നടൻ സൂര്യ സ്ഥാപിച്ചതാണ്. തൻ്റെ പിതാവ് ശിവകുമാറിൻ്റെ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസത്തിനായുള്ള പോരാട്ടത്തെക്കുറിച്ച് അറിയാവുന്ന സൂപ്പർ സ്റ്റാർ സൂര്യ ഇത് നന്നായി മനസ്സിലാക്കിയിരുന്നു. ഈ ധാരണയാണ് അഗ്രം ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചത്. പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്യുന്നതിലൂടെ തമിഴ്നാട്ടിലെ ഗ്രാമീണ സമൂഹത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും സഹായിക്കുവാനും അഗ്രം ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നു. 1979 മുതൽ പിതാവ് ശിവകുമാർ വിദ്യാഭ്യാസ ട്രസ്റ്റ് വഴി ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകിയിരുന്നു. നിരാലംബരായ നിരവധി കുട്ടികൾക്കാണ് അഗ്രം ഫൗണ്ടേഷൻ ഇതിനോടകം പഠന സൗകര്യം ഒരുക്കി നൽകിയത്. സൂര്യയുടെയും ജ്യോതികയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ചാരിറ്റി പ്രസ്ഥാനമായ അഗ്രം ഫൗണ്ടേഷന് പ്രചോദനമേകുന്ന ജ്യോതികയെന്ന് നടനും സൂര്യയുടെ സഹോദരനുമായ കാർത്തി അഗ്രം ഫൗണ്ടേഷന്റെ 15ാം വാർഷികാഘോഷത്തിൽ ചെന്നൈയിൽ സംസാരിക്കുകയായിരുന്നു കാർത്തി. സൂര്യ ജ്യോതിക ദമ്പതികളുടെ മക്കളായ ദിയയും ദേവും അവരുടെ പോക്കറ്റ് മണി അഗ്രത്തിന് വേണ്ടി നൽകുന്നുണ്ടെന്ന് അറിഞ്ഞ് പ്രശംസിച്ച് കാർത്തി. അഗ്രം ആരംഭിച്ചതു മുതൽ ഫൗണ്ടേഷൻ 6378 വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകിയിട്ടുണ്ട്. സൂര്യയുടെ പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ റെട്രോയുടെ ലാഭത്തിൽ നിന്ന് 10 കോടി രൂപ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ താരം സംഭാവന ചെയ്തു. ചിത്രത്തിന് നന്ദി പറഞ്ഞ ചടങ്ങിനിടെയാണ് ഈ ഉദാരമായ നീക്കം പ്രഖ്യാപിച്ചത്. ആരാധകർക്ക് അഭിമാനവും സ്നേഹവും കത്തിനിന്ന സമയമായിരുന്നു ആ നിമിഷം. ഓക്കെ, അപ്പോൾ ആ സൂര്യക്ക് അതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് അല്ലേ. കാരണം ആ ഫൗണ്ടേഷനിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളും തന്നെ കാണാൻ വരിക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. പോരാത്തിന് ഇത്രയും വലിയൊരു ഫൗണ്ടേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഒരു വലിയൊരു
കടമ്പയാണ് അത്. അതെ അതെ. പിന്നെ അതുപോലെ ഒരുപാട് പേര് നമ്മളൊക്കെ ചെറിയ രീതിയിൽ ഒക്കെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഫിലിം സ്റ്റാർസ് ഒക്കെ ഒരുപാട് പേരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഫൗണ്ടേഷൻ ഇത്ര നാളും ഒരു ഫാമിലി കൊണ്ടുപോകുക എന്നുള്ളത് പല പല പ്രോബ്ലംസും അതിനകത്ത് വരാം. പക്ഷെ അതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് അവർ അത്രയും നാളത് മുന്നോട്ട് കൊണ്ട് സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു അഗരം ഫൗണ്ടേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഇത്രയും പേരെയാണ് അവർ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നത് തന്നെ. ഈ ഒരു അഗരം ഫൗണ്ടേഷൻ മൂലം നിരവധി കുട്ടികൾ ഇനി ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി പഠിച്ചിറങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോയിന്റിലേക്ക് അങ്ങ് പോകാം. അതായത് ഹൈദരാബാദാണ്. മേഘ പോയിട്ടുണ്ടോ ഹൈദരാബാദ്? ഇല്ല, ഞാൻ പോയിട്ടില്ല. ഓക്കെ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ, അതായത് ഞാൻ സെക്കൻഡ് ഇയർ ഓർ തേർഡ് ഇയറിൽ കോളേജിൽ നിന്ന് അന്ന് ഉണ്ട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ എൻറ്റയർലി ചേഞ്ച് ആയിട്ടുണ്ടാവും ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റി. അത് കാണാൻ മാത്രം ഉള്ള ഒരു സ്ഥലമാണ്. അതായത് അവിടെ ഫിലിം ഷൂട്ട്സും സ്റ്റുഡിയോസും അങ്ങനെ പല ആക്ടിവിറ്റീസും നടക്കുന്ന ഒരു സ്ഥലമാണ്. റിലേറ്റഡ് ടു ഷൂട്ടിംഗ് ആയിട്ട് പലതരം എത്രയോ ഏക്കർ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ. ശരിക്കും ഒരുപാട് ഏക്കേഴ്സ് ഓഫ് ലാൻഡാണ്. അതിനകത്ത് ചെല്ലുമ്പോൾ തന്നെ അവരുടെ ഓൺ ഒരു വണ്ടിയുണ്ട്. അതിന് നമ്മളെ എല്ലാവരെയും കയറ്റി അവരാ അതിനകത്തുള്ള എല്ലാ നമുക്ക് നടന്നെത്തുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏകദേശം 2 ദിവസമൊക്കെ എടുക്കുമായിരിക്കുമല്ലോ ഇതൊക്കെ കണ്ടുവരാൻ? 2 ദിവസം ഒന്നും വേണ്ട, ഒരു ദിവസം തന്നെ ഫുൾ ഫോർ രാമോജിയാണ്. നമ്മൾ കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈവനിങ് വരെ ഉള്ളത് അതിനകത്ത് ഉണ്ട്, കാണാൻ മാത്രം ഉണ്ട് അതിനകത്ത്. പക്ഷെ നടന്ന് ഓരോ സ്പോട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരുടെ ഓൺ ഒരു വെഹിക്കിൾ ഉണ്ട്, ഒരു റെഡ് കളറിലാണ്, എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. ഒരു റെഡ് കളറിൽ ഇങ്ങനെ ഒരു ട്രെയിൻ, കുഞ്ഞി ട്രെയിൻ പോലത്തെ ഒരു സംഭവം. അതിൽ ആൾക്കാരൊക്കെ കയറ്റി ഇങ്ങനെ പാസഞ്ചേഴ്സ് നമ്മൾ പോണ പോലെ നമ്മളൊക്കെ പാസഞ്ചേഴ്സാണ് അതിനകത്ത്. ഇതങ്ങനെ ഓരോ സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകും. അങ്ങനെ ഓരോരോ സൈറ്റിൽ ഗൈഡ്സ് ഉണ്ടാവും നമുക്ക്. അവരിങ്ങനെ ഓരോ സ്ഥലം ഇപ്പൊക്കെ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയെന്ന് അറിയില്ല. അന്ന് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും ഒത്തിരി അഡ്വാൻസ്ഡ് ആയി. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോയിട്ട് വരാം. ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംയോജിത ഫിലിം സ്റ്റുഡിയോ സൗകര്യമാണ് രാമോജി ഫിലിം സിറ്റി. 2000 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ സമുച്ചയമായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. തെലുങ്കു മാധ്യമ ഉടമ രാമോജി റാവു സ്ഥാപിച്ച ഇതിനെ ദി ഗാർഡിയൻ നഗരത്തിനുള്ളിലെ നഗരം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഹൈദരാബാദ് നഗരത്തിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ അകലെയാണ് രാമോജി ഫിലിം സിറ്റി. നഗരമധ്യത്തിൽ നിന്നും രാമോജി ഫിലിം സിറ്റിയിലെത്താൻ ഏകദേശം 45 മിനിറ്റ് എടുക്കും. കാടുകളും ദുർഘടമായ ഭൂപ്രകൃതിയും ആദ്യം നിറഞ്ഞിരുന്ന ഈ സ്ഥലം അതിൻ്റെ സ്വാഭാവിക പരിസ്ഥിതിയും പാരിസ്ഥിതിക സവിശേഷതകളും സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് വികസിപ്പിച്ചത്. ഒരു ജനപ്രിയ തീമാറ്റിക് അവധിക്കാല കേന്ദ്രമാണ് രാമോജി ഫിലിം സിറ്റി. തത്സമയ ഷൂട്ടുകൾ, ഫിലിം സെറ്റുകൾ, അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, പൂന്തോട്ടങ്ങൾ, മ്യൂസിയംസ് എന്നിവയുൾപ്പെടെ വിവിധ ആകർഷണങ്ങളുടെ സിനിമകളുടെ ലോകം പ്രദർശിപ്പിച്ചുകൊണ്ട് സന്ദർശകർക്ക് ഒരു സവിശേഷ അനുഭവം ഇത് പ്രദാനം ചെയ്യുന്നു. മറ്റു ആകർഷണങ്ങൾ പക്ഷി പാർക്ക്, ചിത്രശലഭ പാർക്ക്, മാൻ പാർക്ക് എന്നിവയുൾപ്പെടെ നിരവധി ആകർഷണങ്ങളും ഇവിടെയുണ്ട്. സന്ദർശകർക്ക് ഫിലിം സിറ്റിയിലെ പൂന്തോട്ടങ്ങളും സന്ദർശിക്കാം. രാമോജി ഫിലിം സിറ്റിയിൽ റെസ്റ്റോറൻറ്റുകൾ, ഫുഡ് കോർട്ടുകൾ എന്നിവയുൾപ്പെടെ നിരവധി ഭക്ഷണ ഓപ്ഷനുകളുണ്ട്. ഫോട്ടോഗ്രഫി അനുവദനീയമാണ്. എന്നിരുന്നാലും സന്ദർശകർക്ക് അധിക ഫീസ് നൽകി ഒരു ഫോട്ടോഗ്രഫി പാസ് വാങ്ങേണ്ടതായിട്ടുണ്ട്. പ്രതിവർഷം ഏകദേശം 15 ലക്ഷം സഞ്ചാരികൾ ഈ സ്ഥലം സന്ദർശിക്കുന്നു. രാമോജി ഫിലിം സിറ്റിക്ക് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഹൈദരാബാദ് ഡെക്കാൻ റെയിൽവേ സ്റ്റേഷനാണ്. ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് ഇത്. ആഡംബര ഹോട്ടലുകൾ, ബജറ്റ് ഹോട്ടൽസ്, ഡോമറ്ററികൾ എന്നിവയുൾപ്പെടെ നിരവധി താമസ സൗകര്യങ്ങൾ രാമോജി ഫിലിം സിറ്റിയിലുണ്ട്. അപ്പം കാണാൻ അല്ലേ, ഇത് വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ കാണാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെന്നുള്ളത്. സമയമെടുത്ത് വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് ഡെഡിക്കേറ്റഡ് ഫോർ ഒരു വൺ ഡേ അവിടെയാണ്. നമുക്ക് ഉച്ചയ്ക്ക് പോകാമെന്ന് വെച്ചാൽ പറ്റില്ല, ഫുൾ ഡേ അതിനകത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ നല്ലൊരു പിക്നിക് സ്പോട്ടുമാണ്, ടൂറിസ്റ്റ് പ്ലേസ് ആണ്. എന്തായാലും ഈ ഒരു 2 മാസം കഴിയുമ്പോഴേക്കും കുട്ടികളൊക്കെ പിക്നിക്കിന് പോകാൻ സമയമാകും. ഓണം വെക്കേഷൻ അവർക്ക് ഒരു നല്ലൊരു സ്പോട്ടാണ്. ഇപ്പോൾ ഒരുപാട് പാക്കേജസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി ഹൈദരാബാദ് ട്രാവൽ ഏജൻസി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം അവർ രാമോജി ഫിലിം സിറ്റിയൊക്കെ ഫെയർസ്, അതിൻ്റെ ഫീസൊക്കെ ഒത്തിരി ഡിസ്കൗണ്ടഡ് റേറ്റിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ഇപ്പോഴേ തന്നെ
ബുക്ക് ചെയ്ത് നിങ്ങളെല്ലാം സെറ്റാക്കി വെക്കുക. അതെ, ഓക്കെ. നമ്മളിനി അടുത്തതുമായിട്ട് പോകുന്നത് പനമ്പള്ളി നഗറിലോട്ടാണ്. അതായത് പുതിയതായിട്ട് വീട് പണിയുന്നവർക്കും വീടിൻ്റെ പ്ലാനിങ്ങും ഒക്കെ നടക്കുന്ന അല്ലെങ്കിൽ റെനോവേഷൻ, വീടിൻ്റെ പഴയ വീടിനെ റെനോവേറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് ഉള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് പാനസോണിക് ലിവിങ് കിച്ചൺ. ഓക്കെ, അത് നമ്മുടെ പനമ്പള്ളി നഗറിലുണ്ട്. അപ്പോൾ അവിടെ അതറിയോ എന്താണെന്നുള്ളത്? നമ്മുടെ ഒരു ഇപ്പോൾ വീട് പണിയുമ്പോൾ ഒരു കിച്ചണിലേക്കുള്ള എന്തൊക്കെ ഫെസിലിറ്റീസ് ആണോ വേണ്ടത്, ഒരു മോഡേൺ കിച്ചൺ. ഇപ്പം എല്ലാവരും മോഡേൺ കിച്ചൺ ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ എല്ലാ വീടുകളും ഇപ്പോൾ ഓപ്പൺ കിച്ചൺ ആണല്ലോ. അതെ, ഓപ്പൺ കിച്ചണും ഒക്കെ വർക്കിംഗ് കിച്ചണും ഓപ്പൺ കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഓപ്ഷൻസ് നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിപ്പോൾ എല്ലാം ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ പണ്ടത്തെ കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു പിക്ചറുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഇത് മോഡേൺ ഇതാണ്. അപ്പോൾ അതെല്ലാം അതിൻ്റെ കിച്ചൺ ക്യാബിനറ്റ്സും ഒരു സോഫ്റ്റ് ടച്ച് കൊടുക്കുന്ന എല്ലാ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷൻസും അതിൽ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും ചേഞ്ച് ആയിരിക്കും, എൻറ്റയർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ന്യൂ കിച്ചൺ നമ്മൾ പ്ലാൻ ചെയ്യണവർക്കും ആഗ്രഹിക്കുന്നവർക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു പാനസോണിക് ലിവിങ് കിച്ചൺ. Hi. Panasonic showroom. Thank you. Your good name? I'm Pallavi. Okay. Please, we'll have a seat there. Sure. Ma'am, would you like to have some coffee or tea? Anything is fine. Okay. So, Sajna, 2 coffees, please. Then, how you came to know about this Panasonic? Actually, I saw the ad in your Instagram page and I was impressed with what I saw. Okay. Let me brief you about Panasonic. This is our housing division, and we have been in modular kitchen segment for past 65 years, and it's been 8 years in India now. Okay. Now, let me know your requirements. How can we? I have a villa in Cochin, so I would like to have a solution for my kitchen with that villa. Okay. Now, we have kitchen and wardrobes here. In kitchens, we have 2 segments. One is L class and one is I class. The L class is completely imported from Japan, and I class kitchens are manufactured in India. Thank you. This is our L-class kitchen, and let me explain you why we are different from other modular kitchens. We have airtight cabins. Our doors are lined with rubber strips, and we have wall units with rubber beadings all around and trimmer locks. Now we have a few space-saving concepts in Panasonic kitchens. I'll show you the corners. This is space-saving concept here. It completely comes out, and it's easy to clean also. We have storages given on both the sides. And one more corner solution we have. This is another food trolley kind of a corner solution, where we again inside we get the drawers. So the space is completely utilized, the corner spaces. Our main feature in Panasonic kitchens are stainless steel mats in all our drawers. This is SS 430 grade mats. And we have deep drawers here with dividers, oil trays, port lid holders and spatula holder. Now we have L-shaped drawers for maximum storage. And we have a pull-out dustbin cabinet which completely comes out. We have sinks and faucets too in Panasonic. These are sensor faucets, and we have pull-out also here.
See, normally it's very difficult to reach the top cabinets. So this is a solution from Panasonic. This is a 2-tier soft down unit which comes to our eye level. You can easily access the products. It's nice. We have one more soft down unit. This is a single tier one, again which comes to eye level. Okay. You can open this and access the items. This is a mid-height tall pantry. These are our under-sink units, which has a D-tray for holding tissues, cleaning agents and all. And we have a knife tray here and cutting board holder too. This is a combination pallet, which is a multifunctional system for our temporary storages. Ma'am, hope you like the showroom. Yes, yes, definitely. Let's have a seat. Do you have a plan to share? If don't, we have an in-house team to design it. I have a plan with me. Okay, so you can mail it Sure. to me. Okay. Before that, I would like to get a few informations on your kitchens. Now you are confirming with I-class or M-class. Which one we can go for? Give me an option in both if you don't mind. I would like to know more about the warranty and the service that you offer for the kitchen. Okay, we have 10 years of replacement warranty for the kitchens, and we have 2 services per year for 3 years. Okay. Yes. Thank you so much, ma'am. Thank you. We'll keep in touch. Sure. Thank you. Bye. Bye. Have a good day. ഈ ഒരു ഷോപ്പ് എന്തുകൊണ്ടും പുതിയതായിട്ട് വീട് പുതുക്കി പണിയുന്നവർക്കും പുതിയ വീട് വെക്കുന്നവർക്കും എന്തുകൊണ്ടും ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവരെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്ത് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. കിച്ചൺ എങ്ങനെയാവുന്നു ഇപ്പോൾ ചേഞ്ച് ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എങ്ങനെയായിരിക്കും കിച്ചൺ? ചിലപ്പോൾ നമുക്ക് എല്ലാ ഗൈഡ് ലൈൻസും എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ജസ്റ്റ് പ്ലീസ് കോൺടാക്ട് ദം. പാനസോണിക് ലിവിങ് കിച്ചൺ, പനമ്പള്ളി നഗർ. ഇനി അടുത്തത് പറയാൻ പോണത് കൊച്ചിയിലെ തന്നെ ആരും അധികം അങ്ങനെ പോവാത്തൊരു ദ്വീപിനെ കുറിച്ചാണ് പറയാൻ പോണത്. നമ്മുടെ മുളകുകാടിനെ തൊട്ടടുത്തായിട്ടാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. താന്തോന്നിത്തുരുത്ത് എന്നാണ് ഈ ഒരു ദ്വീപിന്റെ പേര്. ആ പേര് തന്നെ ഒരു അതെ, അതിനും ഒരു കഥ പറയാനുണ്ടാവും ഒരു പേരിനും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിപ്പെടാൻ അധികം അങ്ങനെ ആർക്കും പറ്റത്തില്ല. നമുക്ക് ബോട്ട് മാർഗത്തിലൂടെ മാത്രമാണ് അവർക്ക് ആ സ്ഥലത്തേക്ക് പോവാൻ അവിടെ താമസിക്കുന്നവർക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് നിരവധി പ്രശ്നങ്ങളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം അവിടെ ഒരു 100ഓളം പേരിൽ മേലെ താമസിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ അത് ചുരുങ്ങിക്കൊണ്ടിരിക്കണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ആർക്കും താമസിക്കാൻ പറ്റുന്നില്ല. കാരണം വേലിയേറ്റം ടൈം വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് വരെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുമൂലം വീടുകൾക്ക് ഡാമേജുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് താന്തോന്നിത്തുരുത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. ഓക്കെ. ഗോശ്രീ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് താന്തോന്നിത്തുരുത്ത് അറിയുന്നതാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് പ്രകൃതിയുമായി ഇണങ്ങിയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 100ഓളം കുടുംബമായിരുന്നു ആദ്യം ഇവിടെ താമസിച്ചിരുന്നത്. ഇപ്പോൾ അത് കുറഞ്ഞ് 50ലും താഴെയാണ്. എന്തുകൊണ്ടാണ് ഈ തുരുത്തിന് താന്തോന്നിത്തുരുത്ത് എന്ന പേര് ലഭിച്ചത്? അതെന്താ ഇവിടെയുള്ളവർ താന്തോന്നികളായതുകൊണ്ടാണോ ഈ പേര് വന്നത്? എന്നാൽ അങ്ങനെയല്ല. തൻതോണിത്തുരുത്ത് എന്നായിരുന്നു ആദ്യകാലങ്ങളിൽ ഇത് അറിയപ്പെട്ടത്. ഈ വാക്കിൻ്റെ അർത്ഥം വരുന്നത് തനിക്ക് തോണിയുണ്ടെങ്കിൽ മാത്രമേ ആ തുരുത്തിൽ എത്തിച്ചേരാൻ കഴിയുക. അത് പിന്നെ അവസാനം താന്തോന്നിത്തുരുത്തായി മാറുകയായിരുന്നു. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നത് കൊണ്ട് തന്നെ നിരവധി പ്രശ്നങ്ങൾ ഇവർ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വഴിയില്ല, പാലമില്ല, സ്കൂളില്ല. ഇതാണ് വേലിയേറ്റം വിഴുങ്ങുന്ന താന്തോണിത്തുരുത്ത്. ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നം കുടിവെള്ളം കിട്ടുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാലം പണിയുന്നതിനു വേണ്ടി ഒരു പദ്ധതി ഉന്നയിച്ചു. അവസാനം അത് എല്ലാവരും പതുക്കെ മറന്നുപോയി. അന്ന് തീപ്പന്തം കൊളുത്തി വഞ്ചികൾ പാലമായി നിർമ്മിച്ചു. ഇങ്ങനെയായിരുന്നു അവരുടെ സമരം. സർക്കാർ നിയമിച്ച ബോട്ടുകളിലാണ് ഇവർ യാത്ര ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഓരോ വഞ്ചിയും ഉണ്ടാകും.
രാത്രികാലങ്ങളിൽ എന്തെങ്കിലും എമർജൻസി വന്നാൽ ഇവർ നിസ്സഹായരാണ്. ഒരിക്കലും സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ തള്ളിക്കളയാതിരിക്കുക. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ഇൻഫർമേഷനാണ് അല്ലേ? കാരണം നമ്മളൊക്കെ ശരിക്കും ഈ സിറ്റീൻ്റെ നടുക്കൊക്കെ താമസിക്കുമ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്കുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കംപ്ലയിൻറ്റ് പറയുന്നു, നമുക്ക് ആ കുറവുണ്ട് ഈ കുറവുണ്ട് എന്നൊക്കെ നമ്മൾ കംപ്ലയിൻറ്റ് പറയാറുണ്ട് നമ്മൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ശരിക്കും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ. അതെ അതെ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളൊക്കെ അവർ ഉന്നയിക്കുമ്പോൾ അതൊക്കെ ഒന്ന് നടപ്പിലാക്കാൻ നമ്മുടെ അധികാരികൾ അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് ശരിക്കും. എസ്പെഷ്യലി ഇങ്ങനെ കുറച്ച് ഒരു പോപ്പുലേറ്റഡ് ഏരിയ വരുമ്പോൾ ചിലപ്പോൾ നമ്മളത് നെഗ്ലക്റ്റ് ചെയ്ത് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഒരു ടൈമിൽ അവർക്കൊരു ആശ്വാസം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലം പണി തുടരും. പാലം പണി ആയിരിക്കുന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ടൗണിലോട്ട് പോകാൻ എളുപ്പമായിരിക്കും. കാരണം ഇപ്പോൾ ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ നമ്മുടെ അപ്പുറത്തെ കരയിലോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചുറ്റും വെള്ളമാണ്. അപ്പോൾ തന്നെ ഈ അതിശക്ത മഴയും വെള്ളത്തിൻ്റെ ഈ കടലിൻ്റെ കൂടുതലും രാവിലെ പകൽ സമയങ്ങളിൽ ഈ കുട്ടികളാണ് കൂടുതലും കഷ്ടപ്പെടുന്നത്. ഒരു എക്സാം വന്നാലോ എന്തെങ്കിലും ഒരു ഫങ്ഷൻസ് വന്നാലോ അവർക്ക് നേരത്തെ എത്തിപ്പെടാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇവർ. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവർ വഞ്ചിയിലാണ് നേരത്തെ ബോട്ട് വരുന്നതിനേക്കാളും മുന്നേ വഞ്ചിയിലാണ് ഇവർ യാത്ര ചെയ്ത് ഇപ്പുറത്തെ കരയിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഇന്നത്തെ മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരളം എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മഴയുടെ 2 ദിവസം മുന്നൊക്കെ നമുക്ക് റെഡ് അലേർട്ടും വാർണിംഗ് എല്ലാം കിട്ടിയതാണ്. മുന്നോട്ട് സൂക്ഷിച്ച് അതെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചൊക്കെ യാത്ര ചെയ്യുക. ഇപ്പം എല്ലാവരും ഇപ്പോൾ തിരക്കിൻ്റെ സമയമായിരിക്കും. ഇപ്പം അമ്മമാരൊക്കെ കിച്ചണിൽ ആകെ ഓടുന്നൊരു സമയമാണ്. കുട്ടികളൊക്കെ പോകാനായി നിൽക്കുന്ന സമയം കൂടിയാണ്. അതെ അതെ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നമ്മൾ നേരുന്നു. മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരളം പ്രസന്റഡ് ബൈ പാനസോണിക് ലിവിംഗ് കിച്ചൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നതാണ്.